Hi, my dear and dearest ones. Welcome to Eagle Learning. നിങ്ങളുടെ സ്വന്തം ലച്ചുമുസാണ്. പല മക്കൾ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി അഥവാ കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് നെയിമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺസ് അല്ലെ, ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. ആ ഒരു ടോപ്പിക്ക് പല ആളുകളും പറയാറുണ്ട്, മിസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അത് എഴുതിയിട്ടൊന്നും സെറ്റ് ആവുന്നില്ല എന്നുള്ളത്. എന്നാൽ ബേസിക് നോളേജ് നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏതൊരു കോമ്പൗണ്ട്, ഏതൊരു ഹൈഡ്രോ കാർബൺ തന്നാലും അതിൻ്റെ പേര് ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത് ഈ ഒരു വർഷത്തേക്ക് മാത്രമല്ല, നെക്സ്റ്റ് ഇയറിൽ മിനിമം 2 ചാപ്റ്റർ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റാക്കി കഴിഞ്ഞാൽ 10ാം ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. 10ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പല ആളുകളും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവരിലേക്കൊക്കെ എത്തിച്ചിട്ട് പറയുക, എടാ ഇത്രയേ ഉള്ളൂ, ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ഇത് പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് 100% ഉറപ്പാണ് ഈ ടോപ്പിക്ക് ചോദിക്കുമെന്നുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രോ കാർബൺസിന്റെ നാമകരണമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ് തന്നിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനം ഏതാണെന്നും നമ്മൾ തിരിച്ചറിയണം. അതായത് നമുക്ക് 3 തരത്തിലുള്ള കെമിക്കൽ ബോണ്ട്, അതായത് കോവലന്റ് ബോണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സഫിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പേര് നൽകുന്ന സമയത്ത് ആ പേരിന് 2 ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയണം. ഏതൊക്കെയാണ് ആ 2 ഭാഗം? വേർഡ് റൂട്ടും സഫിക്സും. എന്താണ്? പദമൂലവും പിൻപ്രത്യയും. വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. UPSC പ്രകാരമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് ആദ്യം എഴുതുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്തെഴുതുന്നത്? സഫിക്സ് അഥവാ പിൻപ്രത്യയം എഴുതുന്നത്. സഫിക്സ് അപ്പോൾ എന്താ വരുന്നുണ്ടാവുക? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണോ എഴുതേണ്ടത് അത് ടീച്ചർ പറഞ്ഞുതരാം. അത് അങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വേർഡ് റൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഒരുപാട് കാർബൺ ആറ്റംസ് ഉണ്ട്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 10 കാർബൺ ആറ്റങ്ങളുടെ വേർഡ് റൂട്ട് ആണ്. ഏതൊക്കെയാണ്? മെത്ത്, ഈത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്. 10 കാർബൺ ആറ്റംസ് നമ്മൾ പഠിച്ചു കേട്ടോ. അത് വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് പഠിക്കാം. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്, ഡെക്, ഡെക് എന്നും പഠിക്കാം. ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഫിലിംസിൻ്റെ ഒക്കെ പാട്ട്, മ്യൂസിക് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്ക്, 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 ഡെക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. 10 എണ്ണം പഠിച്ചു വെക്കാം കേട്ടോ. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൺ, ഡെക്ക് 10 എണ്ണം പഠിച്ചു. അപ്പോൾ വേർഡ് റൂട്ട് നമ്മുടെ കയ്യിലായി കഴിഞ്ഞേ. ഇനി സഫിക്സിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്കറിയാം അത് ആൽക്കീൻ എന്നാണ് വരുന്നത്. ആ ഒരു പേരിൻ്റെ ആ സഫിക്സ് ഭാഗത്ത് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഏൻ എന്ന് ആഡ് ചെയ്യാം. ഇനി കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സഫിക്സിന്റെ സ്ഥാനത്ത് ഈൻ എന്ന് ആഡ് ചെയ്യാം. ഇനി കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ സഫിക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ്? ഐൻ എന്ന് ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പൊ റെഡി ആണല്ലോ? ഏൻ, ഈൻ, ഐൻ. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആൽക്കീനുകളുടെ പേരൊന്ന് എഴുതിയാലോ? എന്തൊക്കെയാണ് വേണ്ടത്? വേർഡ് റൂട്ടും ആവശ്യമുണ്ട്. ആൽക്കീൻ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ് നമുക്ക് വരുന്നത്? സഫിക്സ് ഏൻ എന്നാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രക്ചർ തന്നിട്ടുണ്ട്. എന്താണ് ആ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബണിന്റെ ഘടന തന്നിട്ടുണ്ട്. ഇത് കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. പേര് മാത്രമാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സാമിന് സ്ട്രക്ചർ തന്നിട്ട് പേര് എഴുതാനും പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടൻസ്ഡ് ഫോർമുല നിർബന്ധമായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൻസ്ഡ് ഫോർമുല ആയിരിക്കും തരിക. ഫസ്റ്റ് സ്ട്രക്ചർ നിങ്ങൾ എടുത്തേ. എത്ര കാർബൺ ആറ്റം ആണുള്ളത്? 1 കാർബൺ ആറ്റം അല്ലേ ഉള്ളൂ. അപ്പോൾ വേർഡ് റൂട്ട് എന്താ വരിക? പദമൂലം എന്താ വരിക? നമുക്ക് വരുന്നത് മെത്ത് എന്നാണല്ലേ. ഇനി കാർബൺ ആറ്റങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന കാർബണും ഹൈഡ്രജന്റെ ഇടയിൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു സ്ട്രക്ചറിന്റെ പേരെന്താണ്?
മീഥേൻ അല്ലെ. മെത്ത് എന്ന് എഴുതുന്നു, എയിൻ എന്ന് കൂട്ടി എഴുതുന്നു, മീഥേൻ എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. വി ആർ ഹാവിംഗ് 2 കാർബൺ ആറ്റംസ് അല്ലെ. 2 കാർബൺ ആറ്റം ആണുള്ളത്. ആ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ നമുക്ക് സിംഗിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ, 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് വേർഡ് റൂട്ട് എന്താണ്? മെത്ത് ഈറ്റ് അല്ലെ. ഈറ്റ് എന്ന് എഴുതുന്നു. സിംഗിൾ ബോണ്ട് ഏകബന്ധനമായതുകൊണ്ട് എയിൻ എന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് എഴുതുന്നു അല്ലെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈഥെയ്ൻ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അതേപോലെ മൂന്നാമത്തെ സ്ട്രക്ചർ നോക്കിക്കേ. 1, 2, 3 കാർബൺ ആറ്റം ആണുള്ളത്. ഈ 3 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും സിംഗിൾ ബോണ്ട് ആണുള്ളത്. മാത്രമല്ല നമുക്ക് ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്ത് എത്ത് പ്രൊപ്പ് എന്നാണ് നമ്മുടെ വേർഡ് റൂട്ട് പദമൂലം വരുന്നത്. പ്രൊപ്പ് എയിൻ എന്നാണ് വരിക അല്ലെ. കാരണം എയിൻ എഴുതാൻ കാരണം എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ മോളിക്കുലർ ഫോർമുല ഒന്ന് എടുത്തു നോക്കിക്കേ. CH4 C2H6 C3H6 അല്ലെ. ജനറൽ ഫോർമുലയായിട്ട് നമുക്ക് എന്ത് പറയാം? CnH2n+2 ആണെന്ന് പറയാം അല്ലെ. ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2 എന്നാണ് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ആൽക്കീനുകളുടെ നാമകരണമാണ്. ആൽക്കീൻസിന്റെ നമുക്ക് എന്താ വ്യത്യാസം വരിക? വേർഡ് റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുന്നു. അതിന്റെ കൂടെ ഈൻ എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെ. ENE എന്നുള്ളതും കൂടി നമ്മൾ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്ത് എഴുതുന്നു. ഇവിടെ നമുക്ക് 2 സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ നമ്മുടെ ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സെയിം ടേബിൾ ആണ്. ടീച്ചർ അത് എടുക്കാൻ കാരണം അത്രയും ആ ഒരു കൺസെപ്റ്റും ആ ഒരു എക്സാമ്പിൾസും നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നോക്കുക, 2 കാർബൺ ആറ്റം ഉണ്ട്. ആ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലും ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ നമുക്ക് പേര് എങ്ങനെയാ വരിക? 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്ത് എത്ത് അല്ലേ. സ്റ്റാർട്ടിങ് എന്താ വരിക? എത്ത് എന്ന് വരുന്നു. ഈൻ എന്നുള്ളത് നമ്മൾ കൂട്ടി എഴുതുന്നു. കാരണം ഡബിൾ ബോണ്ട് ആണ്. ഈൻ എന്നാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈഥീൻ എന്ന് കിട്ടി. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് 3 കാർബൺ ആറ്റം ആണുള്ളത്. CH2 CH CH3 എന്നാണുള്ളത്. അപ്പൊ നോക്കുക, 1, 2, 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് പ്രൊപ്പ് എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? വേർഡ് റൂട്ട് വരുന്നത്. അതിന്റെ കൂടെ ഈൻ എന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൊപ്പീൻ എന്ന് ലഭിച്ചു അല്ലെ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 കാർബൺ ആറ്റമുള്ള ആൽക്കീന്റെ പേരെന്തായിരിക്കും? നമ്മൾ പ്രൊപ്പീൻ എന്ന് എഴുതി. 4 കാർബൺ ആറ്റമുള്ള ആൽക്കീന്റെ പേരെന്തായിരിക്കും? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് ബ്യൂട്ടീൻ എന്നായിരിക്കും അല്ലെ. എന്താണ്? ബ്യൂട്ടീൻ എന്നാണ് വരുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അവരുടെ ഫോർമുല നോക്കിക്കേ. C2H4 C3H6. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആൽക്കീനുകളുടെ ജനറൽ ഫോർമുല എന്താ വരുന്നത്? CnH2n എന്നാണ് വരുന്നത് അല്ലെ. എന്താണ്? CnH2n എന്നാണ് ആൽക്കീനുകളുടെ ജനറൽ ഫോർമുല വരുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് എവിടെയും പഠിക്കാനുള്ളത്. ആൽക്കൈനുകളിലും നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ മിനിമം 2 കാർബൺ ആറ്റം വെച്ച് എഴുതാൻ കാരണം? ഡബിൾ ബോണ്ട് വരുമ്പോഴും ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴും മിനിമം നമുക്ക് എത്ര കാർബൺ ആറ്റംസ് വേണം? 2 കാർബൺ ആറ്റം വേണം. എന്നാലല്ലേ ആ 2 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാത്തത്? 1 കാർബൺ ആറ്റമുള്ള സ്ട്രക്ചർ നമ്മൾ വരയ്ക്കാത്തത് കേട്ടോ. ആൽക്കൈൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ വേർഡ് റൂട്ടിന്റെ കൂടെ YNE എന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആൽക്കൈനുകൾ എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ഞാൻ എടുക്കുകയാണെ. നമ്മൾ നോക്കിക്കേ, 2 കാർബൺ ആറ്റം ആണുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു H വരാൻ കാരണം? കാരണം ഈ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഓൾറെഡി നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നാലാമത്തെ ഒരു ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനുമായിട്ട് ആ 2 കാർബൺസും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ സ്ട്രക്ചർ വരച്ചു. ഇവിടെ 2 ബോണ്ട് ആയതുകൊണ്ട് 2 കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്ത് ഈത്ത് എന്നാണ് പേരിന് തുടക്കം വരുന്നത്. ഈത്ത് ഐൻ എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈഥൈൻ എന്ന് കിട്ടി. അടുത്ത സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. മെത്ത് എത്ത് പ്രൊപ്പ് 3 കാർബൺ ആറ്റം ആയതുകൊണ്ട് ഇതിന്റെ പേരെന്താ വരിക? പ്രൊപ്പൈൻ. എന്താണ് വരുന്നത്? പ്രൊപ്പൈൻ എന്നാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജനറൽ ഫോർമുല എന്താണ് വരുന്നത്? ഇറ്റ് CnH2n-2 എന്നാണ് അല്ലേ. നോക്കിക്കേ, CnH2n-2 എന്നുള്ള രീതിയിലല്ലേ നമുക്ക് തൊട്ടടുത്തടുത്തുള്ള കാർബൺ ആറ്റംസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു സ്ട്രക്ചർ വരയ്ക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH2 CH3. ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ പേരെന്താണെന്നും മോളിക്കുലർ ഫോർമുല എന്താണെന്നും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സിന് ടീച്ചർ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞോളൂ. നെക്സ്റ്റ് വീഡിയോ ആ ഒരു വീഡിയോ തന്നെ ചെയ്യാം. ബൈ.